ഈ ഭാഗത്തു കൂടെ പോയിട്ട് ഇതിലേക്കൊന്ന് കടന്നു എന്ന് നോക്കാതെ ഇവിടെ ഒന്ന് നോക്കാൻ പോലും അദ്ദേഹം മനസ്സ് കാണിക്കാതെ പ്രിയപ്പെട്ടവർ ഈ ജനങ്ങളെ വഞ്ചിച്ചു കൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട മലപ്പുറം ജില്ലാ കലക്ടർ മലപ്പുറത്തുണ്ട്. ഇവിടെ ഇത്രയും ഭീഷണിയായി നിൽക്കുന്ന ഈ നാഷണൽ ഹൈവേ ഒന്ന് സന്ദർശിക്കാൻ പോലും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോ മന്ത്രിമാരോ ഇതുവരെ തയ്യാറായിട്ടില്ല. പ്രിയപ്പെട്ടവര്, ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രിയപ്പെട്ട MLA PK കുഞ്ഞാലിക്കുട്ടി സാഹിബും അതോടൊപ്പമുള്ള നമ്മുടെ MP മാരും PWD ഉദ്യോഗസ്ഥരുമായും അതോടൊപ്പം കളക്ടറുമായും ഒരുപാട് മീറ്റിംഗുകൾ വിളിച്ചിട്ടും ഇതിലൊന്നും പരിഹാരം കാണാതെ, ഇതൊന്നും ചെവികൊടുക്കാതെ, ഇതിലൊന്നും ഈ നിർദ്ദേശങ്ങളൊന്നും പാലിക്കാതെയാണ് KNRC ഈ ഹൈവേ കൊട്ടാരം പോലെ പണിതത്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം അശാസ്ത്രീയമാണ് കൂടിയാട്ടപ്പാടം. ആ പാടത്ത് ഇങ്ങനെ മണ്ണിട്ട് പൊന്തിച്ചാൽ അപകടം വരുമെന്ന് വേങ്ങര പഞ്ചായത്ത് ഭരണസമിതിയും AR നഗർ പഞ്ചായത്ത് ഭരണസമിതിയും നമ്മുടെ MLA PK കുഞ്ഞാലിക്കുട്ടി സാഹിബും നമ്മുടെ MP ET മുഹമ്മദ് ബഷീർ സാഹിബ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും നേതാക്കന്മാരും അത് പറഞ്ഞിട്ട് പോലും ഇവരാരും ബന്ധപ്പെട്ട അധികാരികൾ പോലും അതിന് ചെവി കൊടുക്കാതെ അവർ കണ്ടവരി പോവുകയായിരുന്നു. പ്രിയപ്പെട്ടവർ, ഇന്ന് ഈ നാഷണൽ ഹൈവേയുടെ അവസ്ഥ എന്താണ്? പാടെ തകർന്നിരിക്കുകയാണ്. നമ്മുടെ അണ്ടർപാസ് കൊലപ്പുറത്ത് വേണമെന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബും നമ്മുടെ ജനപ്രതിനിധികളും ആവശ്യപ്പെട്ടു. പക്ഷേ അതവിടെ തന്നില്ല. മാത്രമല്ല, അങ്ങനെ പല ആവശ്യങ്ങളും ഉന്നയിച്ചു. ഇവിടെ ഓവർ ബ്രിഡ്ജ് വേണമെന്ന് പറഞ്ഞു, ആ ഓവർ ബ്രിഡ്ജ് തന്നില്ല. അങ്ങനെ ജനങ്ങളും ജനപ്രതിനിധികളും ഇവിടുത്തെ നാട്ടുകാരും ജനകീയമായ രീതിയിൽ സമരങ്ങളും പരിപാടികളൊക്കെ നടത്തിയിട്ട് പോലും അതൊന്നും ചെവി കൊടുക്കാതെ കേൾക്കാതെ അഹങ്കാരത്തോടുകൂടി മുൻപോടുകൂടി 9ാം വാർഷികം ആഘോഷിക്കുവാനും അടുത്ത തുടർ ഭരണത്തിലേക്ക് കണ്ണുവെച്ചുകൊണ്ട് പിണറായി വിജയന്റെ ദാർഷ്ട്യമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുസ്ലിം യൂത്ത് ലീഗിന്റെ ഈ സമരം ഇതുകൊണ്ടൊന്നും നടക്കുകയില്ല. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് കൂടിയാട്ടപ്പാടത്ത് ഞങ്ങൾക്ക് ഇവിടുത്തെ ജനങ്ങൾക്ക് ഭയമില്ലാതെ താമസിക്കണമെങ്കിൽ, ഭയമില്ലാതെ യാത്ര ചെയ്യണമെങ്കിൽ ഇവിടെ പാലം പണിതേ മതിയാകോ എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഞങ്ങൾ മാത്രമല്ല, ഇവിടുത്തെ ജനങ്ങൾ മുഴുവൻ ആവശ്യപ്പെടുന്നത് ഇവിടെ പാലം വേണം, ഓവർ ബ്രിഡ്ജ് വേണമെന്നാണ്. ഇത് മുമ്പേ ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ്. നിയമസഭയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഇന്ത്യയിലെ പാർലമെന്റിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്, വകുപ്പ് മന്ത്രിമാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, ബന്ധപ്പെട്ടവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഈ നിർദ്ദേശങ്ങളൊന്നും അവർ പാലിച്ചില്ല എന്ന് മാത്രമല്ല, KNRCക്ക് മുതലുണ്ടാക്കി കൊടുക്കുന്ന, KNRCക്ക് ലാഭമുണ്ടാക്കി കൊടുക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ ഗവൺമെന്റ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായ റിയാസ് പോലും മുന്നോട്ട് പോയിട്ടുള്ളത്. അതുകൊണ്ട് ഈ സമരം ഒരു സൂചന മാത്രമാണ്. മുസ്ലിം യൂത്ത് ലീഗിന്റെ സമരം മാത്രമല്ല, ഇവിടെ വരാൻ പോകുന്നത് പല രീതിയിലുള്ള സമരങ്ങൾ ഐക്യജനാധിപത്യ മുന്നണിയുടെയും മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ നേതൃത്വത്തിൽ വിവിധങ്ങളായ സമരങ്ങൾ വരാൻ പോകുകയാണ്. മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിലുള്ള ഈ സമരം പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും ബന്ധപ്പെട്ടവർക്കും നിങ്ങൾ കണ്ണു തുറന്നുകൊണ്ട് അധികാരികളുടെ മുമ്പിൽ നിങ്ങൾ എത്തിക്കണം. ബഹുമാനപ്പെട്ട പത്രമാധ്യമങ്ങൾ ഞങ്ങളുടെ മുമ്പിലുണ്ട്. ഞങ്ങളുടെ മണ്ഡലം മുസ്ലിം ലീഗിലെ നേതാക്കന്മാരും അതോടൊപ്പം യൂത്ത് ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ തൊട്ടടുത്ത ദിവസങ്ങളിലായി ചാനലുകളിലും മീഡിയയോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ പാലമാണ് ഞങ്ങൾക്ക് ആവശ്യമുള്ളത്, ആ പാലം പണിതേ മതിയാവൂ എന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നല്ല വാക്കുകൾ ചുരുക്കുകയാണ്. ഇവിടെ ജനപ്രതിനിധികളുടെ വാക്കുകൾക്കോ MLAയുടെ വാക്കുകൾക്കോ MP-യുടെ വാക്കുകൾക്കോ വില കൊടുക്കാതെ തന്റെ ദാർഷ്ട്യം നടത്തണമെന്നുള്ള ആ വലിയ അഹങ്കാരത്തിലുള്ള തിരിച്ചടിയാണ് 9ാം വാർഷികം ആഘോഷിക്കുന്ന, 9 വർഷം ആഘോഷിക്കുന്ന പിണറായി വിജയന്റെ ദാർഷ്ട്യത്തിനുള്ള തിരിച്ചടിയാണ് നാഷണൽ ഹൈവേയിലൂടെ ഇവിടെ കിട്ടിയിട്ടുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇതാ തളിപ്പറമ്പിൽ സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു, കോഴിക്കോടിന്റെ പല ഭാഗത്തും സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു, മലപ്പുറം ജില്ലയുടെ പല ഭാഗത്തും സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. നാഷണൽ ഹൈവേയുടെ താമസിക്കുന്ന ജനങ്ങൾ ഭീതിയിലാണ്, അവർ പ്രയാസത്തിലാണ്, അവർ ആശങ്കയിലാണ്. അവരാശങ്ക അകറ്റാനോ അവരുടെ ഭീതി അകറ്റാനോ ബന്ധപ്പെട്ട മന്ത്രിമാരോ വകുപ്പ് തലവന്മാരോ ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല. ഇന്നലെ ഇവിടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ പരിശോധിക്കാൻ എത്തുമെന്ന് പറഞ്ഞിരുന്നു. അവർ പരിശോധിച്ചു പോയപ്പോഴും ബന്ധപ്പെട്ട ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വിവരം പത്രക്കാർക്ക് മുമ്പിലോ അതല്ലെങ്കിൽ മറ്റുമായോ അവർ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. അവർ ഇത് വീണ്ടും ചെയ്തുകൊണ്ട് ഈ മണ്ണ് മാറ്റിക്കൊണ്ട് വീണ്ടും ഇതേപോലെ
കെട്ടിപ്പൊക്കാനുള്ള തന്ത്രമാണ് അവർ ഉപയോഗിക്കുന്നത് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും പറയുകയാണ്, മുസ്ലിം യൂത്ത് ലീഗ് ഈ സമരത്തിലൂടെ പറയുകയാണ്, ശാശ്വതമായ രീതിയിലുള്ള പരിഹാരം ഓവർ ബ്രിഡ്ജിലൂടെ ഇത് പാളം കെട്ടിയിട്ടല്ലാതെ ഈ പണിയിൽ പുനരാരംഭിക്കാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്നാണ് മുസ്ലിം യൂത്ത് ലീഗ് ഈ സമരത്തിലൂടെ ആവശ്യപ്പെടുന്നത്. പാലമല്ലാതെ മറ്റൊരു മാർഗം ഇതില്ല എന്ന് ഞങ്ങൾ ഈ സമരത്തിലൂടെ ആവശ്യപ്പെടുകയാണ്. അതുകൊണ്ട് ഈ സമരത്തിൽ ഒട്ടനവധി നേതാക്കന്മാരും പ്രവർത്തകരും